ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 യോഹന്നാൻ 2:21. നിങ്ങൾ സത്യം അറിയായകൊണ്ട് നിങ്ങളത് അറിയുകയാലും ഭോഷ്ക് ഒന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഇതിൻ്റെ സാരാംശം ക്രിസ്തുവിനെ അറിയുക എന്നാൽ സത്യം അറിയുക എന്നാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ഭക്തന് എന്നും അവൻ്റെ ജീവിതം അനുഗ്രഹപൂർണമായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പറയുന്നത് സത്യമൊരു തെറ്റിനെയും അനുവദിക്കുന്നില്ല. എന്നാൽ തെറ്റിൽ ചിലപ്പോൾ ചില സത്യങ്ങളുണ്ടായിരിക്കാം. ക്രിസ്തു മാളികമുറിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ സത്യം. ആ സത്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ചത് വലിയ സന്തോഷത്തിനും വിടുതലിനും കാരണമായി. നിങ്ങൾക്ക് ലോകത്തിൽ എന്തിനെങ്കിലും മാറ്റണമെങ്കിൽ നിങ്ങൾ എങ്ങനെ മാറ്റുവാൻ ശ്രമിക്കും? പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ പലരുടെയും ഉത്തരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടില്ല. എന്നാൽ യേശുക്രിസ്തു എപ്പോഴും സത്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നാം ആണെങ്കിലോ എത്രയോ കള്ളങ്ങൾ പറഞ്ഞും ഭോഷ്ക് പറഞ്ഞുമൊക്കെ ജീവിക്കുന്നു. അപ്പം സത്യം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും കള്ളം പറയുന്നെങ്കിൽ ശരിക്കും ക്രിസ്തു വന്നുവോ? അതാണ് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത്. മനുഷ്യരാശിയെ മുഴുവൻ പിടികൂടിയിട്ടുള്ള ഒരു രോഗമാണ് സത്യസന്ധത ഇല്ലാതിരിക്കുക. അതെ, ആ സത്യസന്ധതയ്ക്ക് വിലയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകുക. എന്നാൽ കഴിഞ്ഞ തലമുറയിൽ നിന്ന് പഠിച്ച ഒന്നല്ല, പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അത് എങ്ങനെയെന്നാൽ തെറ്റായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരും. നുണ പറയുന്നതിന്, മറ്റ് പാപങ്ങളിൽ നിന്നെല്ലാം ദൈവം വേർതിരിച്ചിരിക്കുകയാണ് നമ്മളെ. പക്ഷേ ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി എന്താണെന്നറിയാമോ? തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. വെളിപ്പാട് പുസ്തകം 21:8 വായിക്കുന്നത്. അപ്പോൾ ഭോഷ്കിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ചതി അഥവാ വഞ്ചന. ഇന്നത്തെ ലോകത്തിൽ വഞ്ചനയുടെ അളവ് ബുദ്ധിക്ക് അപ്രമേയമാണ്. ഏതെങ്കിലും ഒരു തരം വഞ്ചനയെ അഭിമുഖീകരിക്കാതെ ഇന്നും ഓരോ ദിവസവും നീങ്ങിപ്പോകുന്നില്ല. അത് രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗമായിരിക്കാം, ഒരു പത്രമാസികയിലെ പരസ്യമായിരിക്കാം, TV-യിലെയോ റേഡിയോയിലെയോ പരസ്യമായിരിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ ശത്രുവാണ് ഏറ്റവും വലിയ ചതിയൻ. അവൻ ഈ ചതിയിൽ ചെറിയ സത്യങ്ങളും പ്രദർശിപ്പിക്കും കേട്ടോ. അത് മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തു പറയുന്ന ആലോചന ഏറ്റെടുത്ത് പിശാച് നുണയനാണെന്ന് ദൈവത്തോട് സംസാരിക്കുമ്പോൾ മാത്രമേ അവൻ സത്യം പറയുകയുള്ളൂ എന്നതും, ഏദൻ തോട്ടം മുതൽ ഇന്നേ വരെ സാത്താൻ നുണയെ പലവിധ രൂപത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പലരും അത് സത്യമാണെന്ന് വിചാരിച്ച് അതിനെ സ്വീകരിക്കുന്നു. സാത്താൻ പറയുന്ന ഏറ്റവും വലിയ നുണ നിങ്ങൾക്ക് ദൈവത്തെ പോലായിത്തീരാമെന്നതാണ്. ഇന്ന് തത്വശാസ്ത്രത്തിൽ കൂടെയും തത്വചിന്തകളിൽ കൂടെയും അവൻ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്ക് ദൈവമായി തീരാം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കങ്ങനെ വേണ്ട. കിഴക്കൻ രാജ്യങ്ങളിലെ എല്ലാ മതങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പാപയാഗത്തെ ഒഴിവാക്കി സ്വയം എങ്ങനെ ദൈവമാകാമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നവർ അങ്ങനെ പഠിപ്പിക്കട്ടെ. പക്ഷെ നമുക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാനും അറിയുവാനും ഇടയാക്കിയ തീർത്ത ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹപൂർണ്ണരായി ജീവിക്കാം. ക്രിസ്തുവിനെ അറിയുക എന്നാൽ സത്യം അറിയുക എന്നതാണ്. അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞവർ സത്യത്തിൽ ജീവിക്കും. സത്യത്തിന് ഭോഷ്കില്ല, കള്ളമില്ല. അവിടെ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ദൈവസാന്നിധ്യം എന്നിലുണ്ട്. പിതാവേ, ഒരു തിരുത്തലിനും
വകയില്ലാത്ത സത്യത്തെ എനിക്ക് തന്നതിനായി നന്ദി പറയുന്നു. ഞാൻ നിൻ്റെ വചനത്തെ വായിക്കുവാനും പഠിക്കുവാനും അനുസരിപ്പാനും തയ്യാറാകുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.